സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഹുജറാത്ത് എന്ന സൂറത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയുന്നത്. സൂറത്തുൽ ഹുജറാത്ത് 18 ആയത്തുകളുള്ള 343 കലിമത്തുകളുള്ള 1476 ഹർഫുകളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. എന്താണ് ഈ സൂറത്തിന് സൂറത്തുൽ ഹുജറാത്ത് എന്ന് പേര് വരാനുള്ള കാരണം? വജ്ഹു തസ്മിയത്ത് എന്താണ്? ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ മാളങ്ങൾ, മുറികൾ, വീടുകൾ എന്നൊക്കെ അതിനർത്ഥം പറയാം. എന്തുകൊണ്ടാണ് ഈ സൂറത്തിന് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം? ഈ സൂറത്തിൽ തുടക്കത്തിൽ തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉള്ള അദബിനെ പഠിപ്പിക്കുന്ന ഭാഗമാണ് ആദ്യത്തെ 5 ആയത്തുകളിൽ വരുന്നത്. ആ ആയത്തുകൾ ഇറങ്ങാനുള്ള പശ്ചാത്തലങ്ങളിൽ ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ 9 ഭാര്യമാരുടെ 9 വീടുകളുടെ അടുക്കൽ ചെന്ന് വിവരമില്ലാത്തവർ നബിതങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നബിതങ്ങളുടെ വാതിലിൽ തട്ടി ഉറക്കെ അദബില്ലാതെ വിളിച്ചു. അപ്പൊ അവിടെ ഹുജറാത്ത് എന്നാണ് തങ്ങളുടെ വീടുകളെ പറ്റി പരാമർശിച്ചത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ആ ഒരു പരാമർശം ഈ സൂറത്തിൽ വന്നതുകൊണ്ടാണ് ഹുജറാത്ത് എന്ന പേര് ഈ സൂറത്തിന് നൽകിയത്. ഈ സൂറത്തിൽ വളരെ അർത്ഥവത്തായ, നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ട യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിശ്വസിച്ചവരെ മാത്രം അഭിസംബോധന ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പരാമർശിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ് 5 പ്രാവശ്യമാണ് ഈ 18 ആയത്തിനിടയിൽ അല്ലാഹു തആല വിളിച്ചത്. ഖുർആനിൽ ചിലയിടങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് അല്ലാഹു വിളിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ യാ അയ്യുഹന്നാസ്, അല്ലയോ മൊത്തം ജനങ്ങൾ, അതിൽ കാഫിറും മുസ്ലിമും എല്ലാവരും പെട്ടു, അങ്ങനെയും ചില അഭിസംബോധന കാണാം. എന്നാൽ ഈ സൂറത്തിൽ അല്ലാഹു 5 പ്രാവശ്യം യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിശ്വസിച്ചവർക്ക് പ്രത്യേകമായിട്ട് അവരെ വിളിച്ചിട്ടാണ് അല്ലാഹു പറഞ്ഞത്. ഒരു പ്രാവശ്യം യാ അയ്യുഹന്നാസ് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ള പരാമർശം, അഭിസംബോധന കൊണ്ട് അല്ലാഹു തആല അതിൽ പറഞ്ഞിട്ടുള്ളത് 5 പ്രധാനപ്പെട്ട നല്ല സൽസ്വഭാവങ്ങളെ ഉൾക്കൊള്ളേണ്ട 5 നസീഹത്തുകളാണത്. അദബുകൾ, 5 അദബുകൾ, മര്യാദകളാണ്. ഒന്നാമതായി യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നത് ത്വാഅത്തുല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും വഴിപ്പെടുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആയത്തിന്റെ വിശദീകരണങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ആയത്തുകളെ നന്നായി നമുക്ക് വിശദീകരിക്കണം. രണ്ടാമത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ അല്ലാഹു പറയുന്നത് തഅലീമു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ബഹുമതിയെയാണ്. മൂന്നാമത്തേത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ് അല്ലാഹു വിശ്വാസികളോട് പറയുന്നത് കണ്ടതും കേട്ടതും എല്ലാം അങ്ങ് വിശ്വസിക്കരുത്, അതിനൊക്കെ കൃത്യമായി അന്വേഷിച്ച് അതിനടിസ്ഥാനമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം എന്തും വിശ്വസിക്കാൻ എന്ന് മുഅ്മിനീങ്ങളെ വിളിച്ചു പറയുകയാണ്. നാലാമത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു പറയുന്ന ആയത്തിൽ അല്ലാഹു പറയുന്നത് ഒരാളെയും നിങ്ങൾ പരസ്പരം പരിഹസിക്കരുത് എന്നാണ്. അഞ്ചാമതായി അല്ലാഹു തആല പറയുന്നത് ഒരാളെക്കുറിച്ചും നിങ്ങൾ മോശമായ ധാരണകൾ വെക്കരുത്, സൂഉല്ലന്നെ ഒരാളെക്കുറിച്ചും നിങ്ങൾ വെക്കരുത് എന്ന ആശയമുള്ള ആയത്താണ്. അപ്പൊ അദബിനെയും സൽസ്വഭാവത്തെയും സൂചിപ്പിക്കുകയും വിശ്വാസികളെ പ്രത്യേകം വിളിച്ച് അവരെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് സൂറത്തുൽ ഹുജറാത്തിലൂടെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്. എന്നാൽ ഒരു പ്രാവശ്യം യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞല്ലോ, മൊത്തം ജനങ്ങളെ വിളിച്ചു.
എല്ലാ ജനങ്ങളെയും വിളിച്ചിട്ട് യാ അയ്യുഹന്നാസ്, അതിൽ മുസ്ലിമും കാഫിറും എല്ലാവരും പെട്ടിട്ടുണ്ടല്ലോ. ആ യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചത് എന്തിനാണ്? അവിടെ അല്ലാഹു തആല പറഞ്ഞത് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. അല്ലാഹു തആല ജനങ്ങളെ മൊത്തം സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ പറഞ്ഞ് അതിൽ എന്തിനാണ് പലരെയും പല രൂപത്തിൽ സൃഷ്ടിച്ചു, പല നിറത്തിൽ സൃഷ്ടിച്ചു, എന്തിനു വേണ്ടിയാണ്? ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ, വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന ആയത്താണ്. ഏതായാലും നമുക്ക് ഈ സൂറത്തിന്റെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ ഇന്ന് പറയാം. ആ 1 മുതൽ 5 വരെയുള്ള ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധനയുള്ള ആയത്ത് 2 എണ്ണം വരുന്നുണ്ട്. ആ 5 ആയത്തുകളിലും അല്ലാഹു തആല പറയുന്നത് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദബ് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ ആയത്ത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ നിങ്ങളുടെ വാക്ക് കൊണ്ടോ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. വത്തഖുല്ലാഹ, നിങ്ങൾ എല്ലാ സമയത്തും അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാകണം. ഇന്നല്ലാഹ സമീഉൻ അലീം, നിങ്ങളുടെ വാക്കുകളെ അല്ലാഹു കേൾക്കുന്നവനാണ്. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും സൂക്ഷ്മമായി അല്ലാഹു അറിയുന്നവനുമാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി എന്നാ പറഞ്ഞത്. ലാ തുഖദ്ദിമു, നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ തഫ്സീറു ജലാലൈനിൽ പറഞ്ഞു, നിങ്ങൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നുകൊണ്ടും തന്നെ അള്ളാഹിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം? അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ ദീനിൽ ഒരുപാട് വിധിവിലക്കുകൾ വെച്ചിട്ടുണ്ട്. ആ വിധിവിലക്കുകളെ പരിപൂർണമായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും വേണം. നമ്മുടെ ജീവിതത്തിന്റെ സൗകര്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ നിയമങ്ങളെ ചുരുക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ നിയമങ്ങളെ വെട്ടിച്ചുരുക്കുന്നു എന്തിനു വേണ്ടി? നമ്മുടെ സൗകര്യത്തിന് വേണ്ടി. പാടില്ല. അപ്പോൾ അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി വേണം എന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും വിധിയെ ഓവർടേക്ക് ചെയ്തവരാണ്. അങ്ങനെ ഒരു അർത്ഥം അതിന് പറയാം. അപ്പൊ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അതെന്തിനാ? അതുകൊണ്ടാണ് അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞത്. ഇത് വിശ്വസിച്ചവരോടെ പറയാൻ പറ്റുള്ളൂ. ഇത് വിശ്വസിച്ചവനോടാണ് പറയേണ്ടത്. ഇത് വിശ്വസിക്കാത്തവനോട് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അവൻ വിശ്വസിക്കട്ടെ, എന്നിട്ട് അവനോട് പറയാം. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു, നിങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചതിൽ അവരെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആകാൻ പാടില്ല. ഇതിൽ മറ്റൊരർത്ഥം കൂടെ നമുക്ക് പറയാൻ പറ്റും. അള്ളാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തങ്ങൾ വലിയ ബഹുമതിയുള്ളവരാണ്. അവരുടെ മുമ്പിൽ നടക്കാനോ, നടത്തം എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മുമ്പിലൂടെ നടക്കാനോ, മുമ്പിൽ ഒന്നും തന്നെ തങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ പാടില്ല. നോക്കൂ, നിങ്ങൾ സ്വഹാബത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ തങ്ങൾ ഭക്ഷണത്തിൽ കൈകുത്തിയിട്ടല്ലാതെ സ്വഹാബത്ത് ഒരിക്കലും ഭക്ഷണത്തിൽ കൈകുത്താറുണ്ടായിരുന്നില്ല. കാരണം തങ്ങൾ ഓവർടേക്ക് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അത് തങ്ങളോടുള്ള ബഹുമതിയാണ്. അപ്പൊ നമ്മൾ എല്ലാ മജ്‌ലിസിലും അങ്ങനെയാണ് വേണ്ടത്. ഒരു പ്രധാനപ്പെട്ട ഒരാള് നമ്മുടെ മജ്‌ലിസിൽ നമ്മോടൊന്നിച്ച് ഭക്ഷണം കഴിക്കാനോ ബഹുമാനിക്കപ്പെടേണ്ട പല പദവികളുള്ളവരും ഉണ്ടാകും. ആ ബഹുമാനിക്കപ്പെടേണ്ടവരുള്ള സ്ഥലത്ത് അവരെ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തിൽ കൈകുത്തി ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത് വരെ സ്വഹാബത്ത് കാത്തിരിക്കുമായിരുന്നു.
അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് ഓവർടേക്ക് ചെയ്തിട്ടില്ല. നടന്നു പോകുന്ന സമയത്ത് തങ്ങളുടെ മുമ്പിലേക്ക് ഒരു കാലടി പോലും അവർ മുമ്പിൽ ഓവർടേക്ക് ചെയ്തവരായിട്ടില്ല. തങ്ങൾ നടക്കുമ്പോൾ അതിന്റെ മുമ്പിലൂടെ അവർ വിലങ്ങിട്ട് നടന്നിട്ടില്ല. ഇങ്ങനെ ആ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ടില്ല. ഒരു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവര് മുമ്പിൽ നടന്നിട്ടില്ല. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തിക്കളയരുതേ. നിങ്ങൾ രണ്ടുപേരും നിന്ന് സംസാരിക്കാണ്, രണ്ട് കൂട്ടുകാര് നിന്ന് സംസാരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പുറത്തുണ്ടെങ്കിൽ തങ്ങളെക്കാൾ നിങ്ങൾ ഒരിക്കലും ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. ആ ആശയത്തിൽ തന്നെ, ആ ആയത്തിൽ തന്നെ അല്ലാഹു തആല പറയുന്നു, വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅലികും ലിബഅലിൻ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് നിങ്ങളിൽ നിന്ന് നിങ്ങൾ പരസ്പരം പലരോടും സംസാരിക്കുന്ന ശബ്ദത്തിൽ, കൂട്ടുകാരനോട് സംസാരിക്കുന്ന അതേ ശബ്ദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശബ്ദമുയർത്തി സംസാരിക്കരുതേ. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകാൻ ആ ഒരൊറ്റ കാരണം മതി. നിങ്ങളെ ചെയ്തു കൂട്ടിയ മുഴുവൻ അമലും പൊളിഞ്ഞു പോകാൻ ഒരു കാരണം മതി. അതെന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദബില്ലാതിരുന്നു എന്നുള്ളത്. അതാണ് തങ്ങളോട് തങ്ങളെക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. തങ്ങളെ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ തങ്ങളോട് കൂളായൊരു ബഹുമാനമില്ലാത്ത സംസാരമരുത്. സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് എന്ന് പറയുന്ന സ്വഹാബി, മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ പറയാണ്, സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് എന്ന് പറയുന്ന സ്വഹാബി ലമ്മാ നസലത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി എന്ന ആയത്ത് ഇറങ്ങിയപ്പോ അതേ സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് തങ്ങളെ എല്ലാ ജമാഅത്തിലും വരുന്ന സ്വഹാബിയെ പിന്നെ പള്ളിയിൽ കാണാനില്ല. എന്തേ സാബിത്തെ പള്ളിയിൽ വരാത്തത്? സ്വഹാബത്തിനെ പറഞ്ഞു വിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അതേ സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് തങ്ങളുടെ മറുപടി എന്താണ്? നബിയേ, അന റജുലുൻ ശദീദു സൗതി, ഞാൻ നല്ല ഉയർന്ന ശബ്ദമുള്ള ആളാണ്, കേൾവി അല്പം പതുക്കെയുള്ളയാളാണ്. അപ്പൊ സ്വാഭാവികമായും കേൾവി കുറഞ്ഞ മനുഷ്യർ അവര് ശബ്ദം കൂട്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാനങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് ശബ്ദമുയർത്തി അങ്ങ് സംസാരിച്ചു പോയാൽ എന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുമല്ലോ എന്ന് ഭയന്നിട്ടാണ് നബിയെ ഞാൻ പള്ളിയിൽ വരാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാബിത്തെ, നിങ്ങൾ അതിൽ ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കില്ല. അത് നിങ്ങൾക്ക് ജന്മനാൽ വന്ന ഒരു പ്രയാസമാണ്. അത് ഈ വിഷയത്തെ ബാധിക്കുന്നില്ല. നിങ്ങളിങ്ങനെ നടന്നാൽ മതിയോ? നിങ്ങൾക്ക് നല്ല പോലെ ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയിട്ട് നിങ്ങൾക്ക് സ്വർഗം നേടേണ്ട സാബിത്തെ, ആ സാബിത്ത് റളിയല്ലാഹു അൻഹു യമാമയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഖറജ മഅ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മുസൈലിമത്ത് എന്നവരോട് പോരാടാൻ വേണ്ടി യുദ്ധത്തിന് വേണ്ടി പോകുന്നു. സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് തങ്ങൾ ആ യുദ്ധത്തിൽ ഷഹീദാകുന്നു. ആ സ്വഹാബി ഈ ആയത്തിറങ്ങിയപ്പോൾ പേടിച്ചുപോയി. കാരണം എന്താണ്? ഈ ആയത്തിറങ്ങിയപ്പോൾ പേടിക്കാൻ കാരണം എന്താണ്? പഠിച്ചവനെ, അമലുകളെല്ലാം പൊളിഞ്ഞു പോകാൻ എവിടെയെങ്കിലും തങ്ങളോട് യാ റസൂലല്ലാഹ് എന്ന വിളി ഉറക്കെയായി പോയാലോ എന്ന പേടിയാണ്. അപ്പോൾ അദബ് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. മഹാന്മാരെ വിശദീകരണത്തിൽ കാണാം,
ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരോട് ബഹുമാനം കാണിക്കണമെന്ന്, ആലിമീങ്ങൾ ഇൽമുള്ളവരോട് ആ ബഹുമാനം വേണം. ഒരു ആലിമിന്റെ മുമ്പിൽ നടന്നുകൂടാ, ഒരു ആലിമിനോടും ബഹുമാനമില്ലാത്ത സംസാരം ചെയ്തുകൂടാ, ഒരു ആലിമിനോടും ശബ്ദമുയർത്തി സംസാരിച്ചുകൂടാ. ഇന്ന് കൈ ചൂണ്ടി കൈ ഉയർത്തി തുണിമടക്കി കയറ്റി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന എത്രയോ ആളുകളില്ലേ ആലിമീങ്ങളോട്. മദ്രസയിൽ നമ്മുടെ മക്കളോടൊന്ന് ശകാരിച്ചതിന്റെ പേരിൽ ആ മദ്രസയുടെ വരാന്തയിൽ വന്നിട്ട് 100 കണക്കിന് മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ആ 100 കണക്കിന് മക്കളുടെ ഗുരുനാഥനായ ഉസ്താദിനെ മക്കളുടെ മുഴുവൻ മുമ്പിലിട്ടിട്ട് ഡയലോഗ് പറഞ്ഞ് വഷളാക്കി കളയുന്നവരില്ലേ? അതേ വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ ഒരു ആശയം അതാണ്. അള്ളാന്റെ ഹബീബിന്റെ അനന്തരാവകാശികളായ ആലിമീങ്ങളെ അവരെ നിങ്ങൾ ഒരിക്കലും തന്നെ അവരോട് അദബില്ലാത്ത രീതിയിൽ നിങ്ങൾ സംസാരിച്ചുകൂടാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിറങ്ങിയപ്പോൾ പേടിച്ചുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഈ ആയത്തിറങ്ങിയപ്പോൾ പേടിച്ചുപോയി. ഇമാം ഖുർത്തുബി പറയുന്നത് കാണാം, ഫനസലത് ഹാദിഹിൽ ആയ, ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഫകാന ഉമറു ബഅദ ദാലിക ഇദാ തകല്ലമ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുസ്മഇ കലാമഹു ഹത്താ യസ്തഫഹിമഹു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നബി തങ്ങളോട് സംസാരിക്കും. നബി തങ്ങൾ ചോദിക്കും, എന്തോ ഉമർ പറഞ്ഞ കേട്ടില്ല. വീണ്ടും ഉമർ തങ്ങൾ പറയും, പേടിച്ച് പതുക്കെ പറയും. വീണ്ടും തങ്ങൾ ചോദിക്കും. അങ്ങനെ ആവർത്തിച്ച് ഉമറെ എന്താ പറഞ്ഞത് കേട്ടില്ല. തങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന രീതിയിൽ ആകുന്ന വിധത്തിൽ വലിയ ശബ്ദത്തിന്റെ ഉടമയായ ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പതിഞ്ഞിരുന്നു പോയി. കാരണം ഞാൻ തങ്ങളോട് അദബില്ലാതെയായി പോയാൽ, ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങൾ, ഞാൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ എല്ലാ അമലും പൊളിഞ്ഞു പോകുമെന്ന് ഖുർആനല്ലേ പറഞ്ഞത്. അതുകൊണ്ട് പേടിച്ചു പോയതാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ 40 വർഷം ദർസ് നടത്തിയ മഹാനാണ്. മദ്ഹബിന്റെ ഇമാമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇമാം ഇന്നും മദീനയിലെ ജന്നത്തുൽ ബഖീൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. മാലിക് ഇമാം മദീനത്ത് വന്നാൽ കാലിൽ ചെരുപ്പ് ധരിച്ചിട്ടില്ല. കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന മണ്ണിൽ ചെരുപ്പ് ധരിച്ചിട്ട് നടക്കാൻ ഈ മാലിക് ഇമാം അർഹനല്ല, അർഹതയുള്ളവരല്ല. ഇന്ന് നമ്മളൊക്കെ മദീനത്ത് പോയാ പിന്നെ സെൽഫി എടുക്കുന്ന തിരക്കിലല്ലേ. സെൽഫി എടുക്കുമ്പോ എന്റെ ബാക്കിൽ വരണ്ടേ മദീനയുടെ കുബ്ബ. ആ കുബ്ബയെ തങ്ങളെ നമ്മുടെ പിറകുവശത്താക്കിയിട്ട് സെൽഫി എടുക്കാൻ ധൈര്യപ്പെടുന്നവരില്ലേ? നമ്മുടെ അമലെവിടെ പോയി? നമ്മുടെ ഈമാൻ എവിടെ പോയി? ആ മദീനയിൽ ചെന്നിട്ട് ശബ്ദമുണ്ടാക്കുന്നവരില്ലേ? അതേ ബഹളങ്ങളാണ്. മദീനയിലെ ഖബർ ഷരീഫിന്റെ ചാരത്തേക്ക് പോകുന്നിടത്തും വരുന്നിടത്തും, ലൈന് നിൽക്കുന്നിടത്തും, പാസ് കാണിക്കുന്നിടത്തും എല്ലാം ബഹളങ്ങളായി പോയി. വരിയിൽ ഒരാൾ മുമ്പിൽ കയറുമ്പോ ക്ഷമിക്കാനായിരിക്കും നേരല്ല, അവിടെയും തട്ടിപ്പുകളുമായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ശബ്ദമൊന്നുയർത്തി സംസാരിച്ചാൽ തന്നെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുമെന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ അമലുകൾക്ക് പ്രാധാന്യം എവിടെ? നമ്മൾ ആലോചിക്കണം. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചവനാണ് മാലിക് ഇമാം. മാലിക് ഇമാം ദർസ് നടത്തുമ്പോൾ ഹദീസ് പറയുമ്പോൾ തന്നെ ഹദീസിന് വലിയ പ്രാധാന്യം കൊടുത്തു പോയില്ലേ? നമ്മൾ ഇന്ന് ഹദീസ് കേൾക്കുമ്പോൾ, ഹദീസ് വായിക്കുമ്പോൾ, ഹദീസ് പഠിക്കുമ്പോൾ അദബ് എവിടെ? നമുക്കെവിടെ ഇന്ന് അദബുള്ളത്? ഇൽമിനോട് എവിടെയാ അദബുള്ളത്? ആലിമിനോട് എവിടെയാ അദബുള്ളത്? മുഅ്മിനീങ്ങളെ, അദബില്ലാതെ എവിടെയും ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റൂല. ആ മാലിക് ഇമാം തങ്ങൾ ഇങ്ങനെ ഹദീസ് വായിച്ചു കൊടുക്കുമ്പോഴല്ലേ അതേ മണലിലൂടെ ഉണ്ടാകുന്ന വലിയ വിഷമുള്ള തേള് കാലിൽ വന്ന് കുത്തിയപ്പോ കാല് വലിക്കുന്നില്ല. ഹദീസ് അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്നു, വേദന സഹിക്കുന്നു. ശിഷ്യൻ ഇത് കാണുന്നുണ്ട്. ആ തേളിനെ തട്ടിക്കൊടുക്കാൻ, എഴുന്നേറ്റ് പോകാൻ ശിഷ്യനും പേടിയാണ്. ഹദീസിന്റെ മജ്ലിസിൽ അദബ് കേടാകുമോ? മാലിക് ഇമാമിനെ 16 തവണ തേള് മാറി മാറി കുത്തി.
വെളുത്ത ശരീരം പഴുത്ത തക്കാളി പോലെ കാല് ചുവന്നുപോയി. ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോ മാലിക് ഇമാമിന്റെ ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഉസ്താദേ, ഒന്നാമത്തെ പ്രാവശ്യം ആ തേളങ്ങ് കുത്തിയപ്പം ഒന്ന് തട്ടിക്കളഞ്ഞൂടായിരുന്നോ? എന്തേ അങ്ങ് ഇരുന്ന ഇരിപ്പിൽ നിന്ന് അനങ്ങാതെ വളരെ അതപോടെ ഹദീസ് ഇങ്ങനെ വായിച്ചതെന്ന് ചോദിച്ചപ്പോ മാലിക് ഇമാം പറഞ്ഞു, മോനെ, ഞാൻ വായിക്കുന്ന ഹദീസ് ഹബീബ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അതുകൊണ്ട് ഇതിൽ വേറെ കോപ്പറാട്ടിത്തരങ്ങളൊന്നും ഞാൻ കാണിക്കൂല. അതിനോടൊരതപ്പുണ്ട്. അവിടെ മാലിക് ഇമാമിന്റെ ഈമാന് കൊണ്ടും അവിടുത്തെ മഹബത്ത് കൊണ്ടും ആ വേദന സഹിച്ചു. ഇതാണ് ഇമാമിങ്ങൾ. ആ ഇമാമിങ്ങൾ അത്രയാണ് ഇൽമിനോട് അതവ് കാണിച്ചത്. ഒരുപാട് ചരിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. ഞാൻ ചുരുക്കി പറയാം. ആ മാലിക് ഇമാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരേ ദർസ് നടത്തി 40 വർഷം ജീവിച്ചപ്പോൾ അത്രയും സൂക്ഷ്മത പുലർത്തി എന്നർത്ഥം. നമ്മുടെ അതബ് എവിടെയാണ്? നമുക്ക് എവിടെയാണ് അതബുള്ളത്? നമ്മുടെയൊക്കെ അതബ് എവിടെയുള്ളത്? നമുക്ക് എവിടെയെന്ന് അതബ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലക്കാരല്ലെങ്കിലും അവരുടെ അനന്തരഗാമികളായ ആലിമീങ്ങളോട് നമുക്ക് അതബ് പുലർത്താനുള്ള അവസരങ്ങളുണ്ട്. അതും സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് പലർക്കും അത് പുച്ഛമായി മാറി. അതുകൊണ്ട് എന്റെ ഈമാനുള്ള സഹോദരന്മാരെ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ. നിങ്ങളിൽ നിന്ന് ചിലരെ വിളിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് വിളിക്കാൻ പാടില്ല. നിങ്ങൾ ചില ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് വിളിക്കും, നിങ്ങൾ പേര് കൂട്ടി വിളിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കരുത്. ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, ഐലാ തുഖാതിബൂഹു യാ മുഹമ്മദ് യാ അഹ്മദ് എന്ന രീതിയിൽ നിങ്ങൾ വിളിക്കരുത്. പിന്നെ വിളിക്കേണ്ടത് എന്താണ്? യാ നബിയല്ലാഹ് യാ റസൂലല്ലാഹ് എന്ന് നിങ്ങൾ ആ തഅലീമിന്റെ പേരോടെ വിളിക്കണേ. ഇന്ന് ചില ആളുകളെ കണ്ടില്ലേ, ചില ഉസ്താദന്മാരെ ആലിമീങ്ങൾ അവരെ പേര് കൂട്ടിയിട്ട് വിളിക്കുന്നു. അങ്ങനെ വിളിക്കൽ അതബല്ല. പേരിനോടൊന്നിച്ചൊരു ഉസ്താദ് കൂട്ടി വിളിക്കലാണ് അതബ്. യാ മുഹമ്മദ് എന്ന് വിളിക്കണ്ട. ഓ സഖാഫിയോ അഹ്സനിയോ ഫൈസി എന്ന് പേര് മാത്രം കൂട്ടി വിളിക്കണ്ട. ഫൈസി ഉസ്താദെ, സഖാഫി ഉസ്താദെ, അഹ്സനി ഉസ്താദെ, അങ്ങനെ ഒരു ഉസ്താദ് കൂട്ടി വിളിച്ചോ. യാ അയ്യുഹൻ നബിയു യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാനാണ് പറഞ്ഞത്. ഇതിനൊക്കെ ഒരു അദബിന്റെ ശൈലികളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അദബില്ലാതെയായി പോയാൽ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനിയും പറയാം. എന്നിട്ട് അല്ലാഹു തആല തൊട്ടടുത്ത ആയത്തിൽ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അലീം. ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരെ ശബ്ദം താഴ്ത്തി സംസാരിച്ചവൻ തങ്ങളുടെ ഹയാത്തിലാകട്ടെ വഫാത്തിന് ശേഷമാകട്ടെ തങ്ങളുടെ സാന്നിധ്യമുള്ള ഇടത്ത് ശബ്ദം താഴ്ത്തി സംസാരിച്ചു കഴിഞ്ഞാൽ ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അവരുടെ ഹൃദയത്തെ അല്ലാഹു തആല തഖ്വയിൽ വാർത്തെടുത്തതാണ്. ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അലീം, അവർക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്തുണ്ട്, അല്ലാഹുവിന്റെ വലിയ പ്രതിഫലവും ഉണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്, നബിയേ അങ്ങയുടെ വീടിന്റെ പിറകിൽ വന്നിട്ട് അങ്ങയെ ഇങ്ങനെ വിളിക്കുന്ന വിഭാഗം ആളുകളില്ലേ, ആ വിഭാഗം ആളുകളെ കുറിച്ച് പറയാണ്, അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ അധികവും ചിന്തിക്കാത്തവരാണ് നബിയേ, ബോധമില്ലാത്തവന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീടിന്റെ അരികിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നു.
തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് തങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നു. ഖാല മുജാഹിദുൻ വഗൈറുഹു, പല മഹാന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്, നസലത ഫീ അഅറാബി ബനി തമീം, ബനൂ തമീമിലുള്ള ചില അറാബികളുടെ ഒരു വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന്. ഖദിമൽ വഫ്ദു മിൻഹും അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബനൂ തമീം ഗോത്രത്തിൽ നിന്ന് ഒരു സംഘം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. فدخلوا المسجد ونادوا النبي صلى الله عليه وسلم من وراء حجرته أن اخرج إلينا أن اخرج إلينا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ ബാക്കിൽ പോയിട്ട് അവർ പറഞ്ഞു, നബിയെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരും, വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരും. കാനു 70 റജുല, അവർ 10-70 ആൾക്കാരുണ്ടായിരുന്നു. ഒരു സംഘം ആളുകൾ അറാബികളാണ്, അദബും മര്യാദ അറിയാത്ത ആളുകളാണ്. അവർ വന്നിട്ട് നബി തങ്ങൾ വീട്ടിൽ ഉറങ്ങാൻ. നബി തങ്ങൾ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാമ, തങ്ങളെ വീട്ടിൽ ഉറങ്ങാൻ വിശ്രമിക്കുന്ന സമയത്ത് തങ്ങളെ വീട്ടിൽ വന്നിട്ട് വിളിക്കുന്നു. ഒരു അദബില്ലാതെ മര്യാദ ഇല്ലാതെ വിളിക്കുന്നു. അങ്ങനെ വിളിച്ചപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇറക്കിയത്, അല്ലദീന യുനാദൂനക നബിയേ, അങ്ങേ വീട്ടിൽ അങ്ങ് വിശ്രമിക്കുന്ന സമയത്ത് അദബില്ലാതെ ബഹുമാനമില്ലാതെ മിൻ വറാഇൽ ഹുജറാത്തി, അങ്ങയുടെ വീടിന്റെ പിറകിൽ വന്നിട്ട് അങ്ങേ വിളിച്ചവരില്ലേ, അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ അധികം ആളുകളും ചിന്തിക്കാത്തവരാണ്, തങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്തവരാണ് നബിയേ. ഒരു മനുഷ്യനെ, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ, കൃത്യമായി ഉറങ്ങേണ്ട സ്ഥാനത്ത് ഉറങ്ങുന്ന ഒരു മനുഷ്യനെ ആവശ്യമില്ല അത്യാവശ്യമില്ലാതെ വിളിച്ചുണർത്താൻ പാടില്ല. ഒരാൾ ഉറങ്ങുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഖുർആൻ ഓതൽ വരെ ഹറാം. ഖുർആൻ ഓതാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ട്, അപ്പൊ ഒരാൾ ഉറങ്ങേണ്ട സ്ഥാനത്ത് കിടന്നിട്ട് ഒരാൾ ഉറങ്ങുന്നുണ്ട്, എന്റെ ഖുർആനോത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഉറക്കിന് പ്രശ്നമാകുമെങ്കിൽ ഖുർആൻ ഉറക്കെ ഓതാൻ പാടില്ല എന്നാ മസ്അല. ഖുർആൻ ഓതാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ് ഉറക്കെ അദ്ദേഹത്തിന് ഉറക്കം ശല്യപ്പെടുത്തുന്ന രീതിയിൽ ഓതാൻ പാടില്ല. നിസ്കാരത്തിലാണെങ്കിൽ പോലും എന്നാണ് ഫിഖ് പറയുന്നത്. അപ്പൊ ഒരാൾ ക്ഷീണം കൊണ്ടായിരിക്കും ഉറങ്ങുന്നത്, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകാം. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാതിൽ മുട്ടി തങ്ങളെ വിളിച്ചു. അവരുടെ കാര്യം അപ്പ നടക്കാൻ വേണ്ടി വിളിച്ചുണർത്താണ്. അവിടെ ഖുർആനാണ് ഇടപെടുന്നത്, പടച്ച റബ്ബാണ് ഇടപെടുന്നത്. നബിയെ, തങ്ങൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാകൂല, അള്ളയാണ് ഇടപെട്ടത്, ശരിയല്ല, അങ്ങനെ വിളിക്കരുത്, അങ്ങനെ വിളിക്കാൻ പാടില്ല. ഉറങ്ങാണ് ഉസ്താദ്, റൂമിൽ ഉറങ്ങാണ്, അല്ലെങ്കിൽ ആലിം ഉറങ്ങാണ്, അല്ലെങ്കിൽ സാധാരണ വാപ്പ ഉറങ്ങാണ്. വാപ്പാന്റെ വാതില് പോയി ഒന്ന് മുട്ടി. വാപ്പ ഒരു മുട്ടിൽ എഴുന്നേറ്റില്ല എങ്കിൽ പിന്നെ മുട്ടാൻ പോകരുത്. അതേ സമയത്ത് വിളിക്കൽ അത്യാവശ്യമാണ്, നിസ്കാരം ഖളാ ആകാൻ പോകുന്നുണ്ട്, വാപ്പാക്ക് എവിടെങ്കിലും യാത്ര പോകാൻ സമയമായിട്ടുണ്ട്, വിളിക്കാൻ ഏൽപ്പിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഉണരുന്നത് വരെ വിളിക്കണം. അല്ലാതെ ഒരാളെയും അങ്ങനെ അദ്ദേഹം വിശ്രമിക്കുന്ന സമയത്ത് തൽക്കാലം ചെറിയ എന്തെങ്കിലും കാര്യം പറയുന്നതിന് വേണ്ടി വാതിലൊന്ന് മുട്ടിയ മുട്ടിൽ തുറന്നില്ല എങ്കിൽ എന്നാ പിന്നെ കിടക്കട്ടെ, പിന്നെ നോക്കാം, പിന്നെ വാതിലങ്ങ് മേടിപ്പൊളിക്കുന്ന പരിപാടി ചെയ്യരുതേ. ഉറങ്ങുന്ന ഒരു മനുഷ്യന് ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിച്ച് വിളിച്ചുണർത്തുന്നത് ഹറാമാണ്. അല്ലേ? മുത്താലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉസ്താദന്മാരൊക്കെ, നമ്മളൊന്ന് സബക്കിന്റെ സമയത്ത് ഉസ്താദന്മാർ ഉറങ്ങിപ്പോയാൽ പിന്നെ വിളിക്കാൻ പോലും ഭയങ്കര അതപ്പായിരിക്കും, സബക്കങ്ങ് മിസ്സായി പോലും. അല്ലെ? വിളിക്കരുത്. ചില മുത്തലിമീങ്ങളൊക്കെ നോമ്പിന് വയലിന് വരും. അല്ലെ? വയലിന് പോയാൽ എവിടെ പോയാലും ഖത്തീബന്മാർ ചിലപ്പോൾ രാത്രി അവർ വൈകി ഉറങ്ങും, രാവിലെ നേരത്തെ എണീക്കും. അപ്പൊ ചിലപ്പോൾ രാവിലെ കുറച്ച് കിടക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ കിടക്കുമ്പോൾ അവിടെ പോയിട്ട് വയലിന് പോയി, നമ്മൾ 8:30-9 മണിക്ക് തന്നെ വയലിന് വേണ്ട ലോറിന്റെ വയൽ ബുക്ക് ചെയ്യാൻ പോയതായിരിക്കും മുത്തലിമി. പിന്നെ അവിടെ ഉള്ള ഖത്തീബിന് സ്വൈരുണ്ടാവില്ല, മേടി പൊളിക്കലാണ് വാതില് ഖത്തീബ് എണീക്കുന്നവരെ. അതബ് കേടാണ്. ശരിക്കും എന്താ അതബ്? നമ്മൾ ആവശ്യമാണ്, നമ്മൾ അവിടെ ഇരുന്നോളണം. നമ്മളൊക്കെ അങ്ങനെയാണ് പഠിച്ചത്, അവിടെ ഇരുന്നോളണം. അപ്പൊ അത്രയും അത്യാവശ്യമുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ഉറക്ക് പ്രശ്നത്തിലാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ഒരു നെവർ മൈൻഡായി കാണുന്ന ഒരു സംഭവമാണ്. ചെയ്യാൻ പാടില്ല. അത്രയും കഠിനമായ മസലയാണ്. ചെയ്യാൻ പാടില്ല. ക്ഷീണം കൊണ്ടാണ് ഉറക്കം ഒരു വിശ്രമമാണ്. 2ാം ക്ലാസ് മുതൽ പഠിക്കണം മദ്രസ.
ആ മനുഷ്യനെ. പക്ഷേ ഫുൾ ടൈം ഒരാൾ ഉറങ്ങാനായിട്ട് കസബിക്കിലൊക്കെ ഒരാൾ ഉറങ്ങാൻ, അയാൾ വിളിക്കാൻ പറ്റൂല എന്നല്ല പറഞ്ഞു. നിസ്കാരത്തിൽ അത്തയാത്തിൽ ഇരുന്നിട്ട് ഒരാൾ ഉറങ്ങാണ്, അതൊന്നും ഉറങ്ങേണ്ട സമയമല്ല. ഉറങ്ങാൻ സമയം വേറെ. സുബൈക്ക് നിസ്കാരത്തിൽ അത്തയാത്തിൽ ഇരുന്നിട്ട് അടുത്ത ആളെ മേത്ത് കൂടി ഇങ്ങനെ വീഴാണ്. അങ്ങനെ പിന്നെ എല്ലാവരും സലാം വീട്ടിയപ്പോ മൂപ്പര് ഇങ്ങനെ നോക്കുകയാണ്, സലാം വീട്ടിയൊന്നും ഓർമ്മയില്ല. അങ്ങനത്തെ ആളുകളല്ല. ഉറങ്ങേണ്ട സ്ഥാനത്ത് ഉറങ്ങേണ്ട സമയത്ത് ഒരാൾ ഇരുന്നിട്ട് ഉറങ്ങാൻ, ഒരാൾ കടന്നുറങ്ങാൻ, അയാളുടെ റൂമിലാകട്ടെ പള്ളിയിലാകട്ടെ എവിടെ ഉറങ്ങേണ്ട സാഹചര്യമാണെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദബ് ഈ സ്വഹാബത്ത് അവിടെ ഉണ്ടായിരുന്ന അഅറാബികളായ ആളുകൾ പാലിച്ചില്ല. ഉടനെ ഖുർആനാണ് അവരോട് പറയുന്നവരെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹ് പറയാണ്, വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറുൻ ലഹും ലകാന ഖൈറൻ ലഹും. നബിയേ, ലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം, അങ്ങ് ആ വീട്ടിൽ നിന്ന് ഉറങ്ങിക്കഴിഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത് വരെ അവര് ആ വരാന്തയിൽ കാത്തിരിക്കുന്നവരായിരുന്നു എങ്കിൽ ലകാന ഖൈറൻ ലഹും, അവർക്ക് എത്രയോ അത് ഖൈറായിരുന്നല്ലോ. വല്ലാഹു ഗഫൂറുർ റഹീം, അതിൽ നിന്ന് തൗബ ചെയ്ത മടങ്ങിയ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, പുറത്തു കൊടുക്കുമായിരുന്നു. അത്ര വലിയ ഇമ്പോർട്ടന്റ് കേസായിട്ടാണ് ഈ അദബിന്റെ വിഷയം ആദ്യത്തെ 5 ആയത്തിനും അല്ലാഹു അവതരിപ്പിച്ചു. നോക്കി നിങ്ങൾ. അപ്പൊ അദബ്, തഅലീമ്, മര്യാദ എന്നുള്ളത് ഇല്ല എങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇതെല്ലാവരോടും അങ്ങനെയാണ് കേട്ടോ. നമ്മളെക്കാൾ ഇൽമുള്ളവനോട്, നമ്മളെക്കാൾ പ്രായമുള്ളവനോട്, നമ്മളെക്കാൾ എന്തെങ്കിലും പദവിയുള്ളവനോട് ഓരോരുത്തരോട് നമുക്ക് ബഹുമാനം വേണം. ഓരോരുത്തരോടും ബഹുമാനമാണ്. ഓനോട് ഞാൻ എന്ത് ബഹുമാനിക്കില്ല. നമ്മളെക്കാൾ എന്തെങ്കിലും ഒരു കൂടുതലുള്ള ആളുണ്ടാകും, അവരെ ബഹുമാനിക്കേണ്ടവരൊക്കെ നമ്മൾ ബഹുമാനിക്കും. ഞാൻ എന്നെ പഠിപ്പിച്ച ഉസ്താദിനെ മാത്രമേ ബഹുമാനിക്കും തീരുമാനം എടുക്കാൻ പാടില്ല. എന്നെക്കാൾ എൽമുള്ളവരാണോ ഞാൻ ബഹുമാനിക്കണം, ഞാൻ എഴുന്നേൽക്കണം. എന്നെക്കാൾ പദവിയുള്ള ഒരാളാണോ, ചിലപ്പോ വേറെ എന്തെങ്കിലും പദവിയായിരിക്കും അല്ലെ. നമ്മളിപ്പോ ഇന്നലെ ആ പരിപാടിയിൽ ആ പ്രഭാഷകൻ വന്നപ്പോ നമ്മളെല്ലാവരും എഴുന്നേറ്റുന്നു. അദ്ദേഹം ഭയങ്കര വലിയ മുത്തഖീം ആലിമും വലിയ ഔലിയൊന്നും ആയതുകൊണ്ടല്ല നമ്മൾ എഴുന്നേറ്റുന്നത്. അദ്ദേഹത്തിന് സമൂഹം കൊടുക്കുന്നൊരു വിലയുണ്ട്, അദ്ദേഹത്തിന് സമൂഹം കൊടുക്കുന്നൊരു വിലയുണ്ട്. അദ്ദേഹം മറ്റൊരു മതസ്ഥനാണ്, പക്ഷെ അദ്ദേഹത്തിന് സമൂഹം കൊടുക്കുന്നു. ആ വിലയും അദ്ദേഹത്തിന്റെ സ്ഥാനത്തെയും നമ്മൾ ബഹുമാനിച്ചത്. അങ്ങനെയാണ് ഓരോരുത്തരുടെയും പദവി ഉണ്ടാവും. വാപ്പാക്ക് വീട്ടിലൊരു പദവിയുണ്ട്. എന്നെക്കാൾ വയസ്സുകൂടിയ ഒരു മനുഷ്യൻ എന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കണം, അല്ലെങ്കിൽ എന്റെ തലയെക്കെട്ടിന് അർത്ഥമല്ല. എന്നെക്കാൾ പ്രായമുള്ളൊരു മനുഷ്യൻ, എന്നെക്കാൾ വിവരമുള്ളൊരു മനുഷ്യൻ വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബഹുമാനം ഞാൻ കൊടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ വേഷത്തിന് അർത്ഥമില്ല. ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ 5 ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ 5 ആയത്തിൽ അദബ് നിങ്ങൾ പാലിച്ചിട്ടില്ല എങ്കിൽ എന്ന് പറഞ്ഞ ഒറ്റ വാക്കാ പറഞ്ഞത്, ഇതുവരെ ചെയ്തത് മുഴുവനും വെള്ളത്തിലാവും. എവിടെങ്കിലും ഓരോരുത്തർ ഫാൾട്ട് വന്നാൽ മതി, എവിടെങ്കിലും ഒരു സ്ഥലത്തൊരു ഫാൾട്ട് വന്നാൽ മതി, പോയി നമ്മൾ ഇതുവരെ ചെയ്തു കൂട്ടിയ മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ ആണ് പറഞ്ഞത്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ ഒരുപാട് ആലിമീങ്ങളോട്, സയ്യിദന്മാരോട്, വലിയ ഉപ്പമാരോട്, ഉമ്മമാരോട് ഒക്കെ നമ്മൾ ഇടപഴകുമ്പോൾ അദബിനെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ എല്ലാവരുടെയും അമല് പൊളിഞ്ഞു പോകും. മദീനയിൽ സിയാറത്തിന് ചെല്ലുമ്പോൾ അദബിനെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ അമല് പൊളിഞ്ഞു പോകും. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ല സൂക്ഷ്മത നൽകും.